പുടിൻ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയതിനു ശേഷം അപകടം മണത്ത അമേരിക്ക ഇന്ത്യയിലേക്ക് എത്തുന്നു. ഡിസംബർ 10-ാം തീയതിയാണ് അവരുടെ ഒരു പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് എത്തുന്നത്. 2030 $100 ബില്യൺ വ്യാപാരം നടത്തുമെന്ന് ഇന്ത്യയും റഷ്യയും കരാറിൽ ഒപ്പുവെക്കുകയും നിലവിൽ അത് 77 ബില്യൺ കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നത്. 100 ബില്യണിലേക്ക് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കൂടി പുടിൻ പറഞ്ഞു. ഇതോടുകൂടി തന്നെയാണ് അമേരിക്ക അപകടം നടത്തുന്നത്. 2030 500 ബില്യൺ വ്യാപാര കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ ഒരു മാസമായി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ യാതൊരുവിധ ചർച്ചകളും നടക്കാതെ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പുടിന്റെ സന്ദർശനം. അതിന് തൊട്ടു പിന്നാലെ അമേരിക്ക തിരക്കിട്ട് എത്തുകയാണ്. ഇതിനിടയിൽ പുടിന്റെ ചില പ്രസ്താവനകളും ലോകം ശ്രദ്ധയോടെ കേട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇന്ത്യ ഇല്ലാതെ ലോകത്തിന് ഒരടി മുൻപോട്ട് പോകാൻ കഴിയില്ല, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ല മോദി എന്ന് കൂടി പറഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലായി. അതായത് പുടിനെ കൊണ്ട് തന്നെ മോദി ട്രംപിന് മറുപടി പറയുകയായിരുന്നു, ഇല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു. ഏതായാലും US ഡെപ്യൂട്ടി ട്രേഡ് റെപ്രസെന്റേറ്റീവ് റിക് സ്വിറ്റ്സറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇവിടെ എത്തുന്നത്. ഈ വർഷാവസാനം, അതായത് ഈ മാസം തന്നെ വ്യാപാര കരാർ എങ്ങനെയെങ്കിലും സാധ്യമാക്കുക എന്നുള്ളതാണ് അമേരിക്കൻ സംഘത്തിന്റെ ലക്ഷ്യം ഇപ്പോൾ മുൻപോട്ട് ഉള്ളത്. അതിന്റെ ഭാഗമായി താരിഫ് കുറയ്ക്കുമെന്ന് നവംബർ 11-ാം തീയതി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. കാരണം ഇന്ത്യ ഇപ്പോൾ പഴയതുപോലെ റഷ്യയുടെ എണ്ണ വാങ്ങുന്നില്ല. ഒരുപക്ഷെ ഈ റിലയൻസ് ഒക്കെ എണ്ണ വാങ്ങൽ കുറച്ചത് വെച്ചുകൊണ്ട് ഈ താരിഫ് കുറയ്ക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷെ റഷ്യയെ കൈവിടില്ല എന്ന ഒരു വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ ലോകത്തിന് നൽകിയത്. അതായത് റഷ്യ കൂടെ നിർത്തിക്കൊണ്ട് അമേരിക്കയുമായിട്ട് ഒരു ഡീല് എന്ന മോദിയുടെ തന്ത്രമാണ് ഇവിടെ വിജയം കണ്ടത്. ഇത് തികച്ചും നയതന്ത്രപരമായ ഒരു ഗംഭീര വിജയമെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴും പീയൂഷ് ഗോയൽ അടക്കമുള്ള മന്ത്രിമാർ പറയുന്നു, കൃഷിയിലും പാലുൽപ്പന്നങ്ങളിലും ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാൻ തയ്യാറല്ല എന്ന്. മുട്ടുമടക്കാൻ തയ്യാറല്ല. ഇരു രാജ്യങ്ങൾക്കും ഗുണപ്പെടുന്നതാണെങ്കിൽ കരാർ ഒപ്പുവെക്കുമെന്ന് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.